പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് രാജ്യത്തിന്റെ സായുധ സേനയ്ക്കും ഇന്റലിജൻസ് ഏജൻസിക്കും ശാസ്ത്രജ്ഞന്മാർക്കും അഭിവാദ്യമർപ്പിച്ചു. സായുധസേന പ്രകടിപ്പിച്ച ധൈര്യവും വീര്യവും രാജ്യത്തെ സഹോദരിമാർക്കും അമ്മമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച രാത്രി 8-നാണ് 22 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന പ്രസംഗവുമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ സാധാരണക്കാരെ മതം ചോദിച്ചു കൊലപ്പെടുത്തിയതിന് ഇന്ത്യ ഈ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഭീകരർ കരുതിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേരല്ല എന്നും അത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചു എന്നും നൂറുകണക്കിന് ഭീകരരെ വധിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീകരരുടെ സർവകലാശാലയാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യ അവരുടെ താവളങ്ങൾ മാത്രമല്ല, അവരുടെ ആത്മവീര്യവും തകർത്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ആക്രമണമുണ്ടായപ്പോൾ ഉചിതമായ മറുപടി ഇന്ത്യ നൽകി. ഇനിയുണ്ടായാൽ ഇതിലും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നടപടിയെ പിന്തുണയ്ക്കേണ്ടതിനു പകരം പാകിസ്ഥാൻ ധിക്കാരം കാണിച്ചതായും ഇന്ത്യയിലെ സ്കൂളുകളും കോളേജുകളും ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും സാധാരണ ജനങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് പാകിസ്ഥാനെ കൂടുതൽ തുറന്നു കാണിച്ചു എന്നും ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും പാകിസ്ഥാന് സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകിയതായും മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും ഭീകരർക്കെതിരെയുമുള്ള ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചതായും വരും ദിവസങ്ങൾ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന സമീപനം മനസ്സിലാക്കി ഇന്ത്യ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണി വെച്ചുപൊറുപ്പിക്കില്ല എന്നും ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ല, തീവ്രവാദവും വ്യാപാരവും ഒന്നിച്ചു നീങ്ങില്ല, പാകിസ്ഥാനുമായി എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചായിരിക്കും, അത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചായിരിക്കും.